ഹനന സർ പാട്ട് നന്നായിട്ട് പാടി, എക്സെപ്റ്റ് ലാസ്റ്റ് മറ്റേ പല്ലവി ഉണ്ടല്ലോ, അതിനകത്ത് കുറെ സംഗതികളുണ്ട്, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. പിന്നെ മോക്ക് ഇന്നത്തെ ഏറ്റവും വലിയൊരു സംഭവം ഞാൻ കണ്ടത് ബ്രത്ത്. നമുക്ക് നെല്ല് സംഭരണിയുണ്ട്, വെള്ളം സംഭരണിയുണ്ട്, ശ്വാസ സംഭരണിയും കൂടെ മോളുണ്ടാക്കണം. കാരണം ഓരോ വരികളും ശാരദേന്ദു, പൂക്കും, രാവിൽ, സോമതീരം, പൂക്കും, ഇതെല്ലാം കട്ട് ചെയ്ത് ഒരു 300 കട്ട് പീസസ് ആയിട്ടാണ് പോയത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒറ്റ ലൈനിൽ പാടണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബ്രത്ത് വേണം. അതിനെന്ത് ചെയ്യണം? എക്സസൈസ് കൊണ്ടൊന്നുമല്ല, അതിന് യോഗ ചെയ്യണം. യോഗ നമ്മൾ കുറച്ചു നേരം ശ്വാസം പിടിച്ചു വെച്ചിട്ട് വിടുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് ഒരു ശകലം കിട്ടും. അപ്പൊ അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. പിന്നെ ഈ സ്വരത്തിനകത്ത് സെക്കൻഡ് ഹാഫ് അതൊന്ന് പാടാൻ പറ്റുമോ? അത് ഒരുപാട് ഇട്ട് കടുപ്പിച്ച് കളഞ്ഞു. അങ്ങനെ വരാതെ നോക്കണം എന്നാ പറഞ്ഞു. അടുത്ത് നടത്താല് കുഴപ്പമുണ്ടോ? അപ്പൊ ഒരു സുഖമില്ലേ കേൾക്കാൻ? അങ്ങനെ പാടി നോക്കി. അങ്ങനെ അപ്പൊ ഒരു സുഖമുണ്ട്. അടുത്ത് ആ സൂയിപ്പിക്കേ പാപമപനി പഗാരി. നെക്സ്റ്റ് അങ്ങനെ ഉണ്ടോ? ഓക്കെ. ഇത്രയും കടുപ്പിക്കാതെ കുറച്ചൊന്ന് ലൈറ്റർ ആക്കിയാൽ കൊള്ളായിരുന്നു കേട്ടോ. ലാസ്റ്റ് പല്ലവി ഒന്ന് വെറുതെ പാടിയേര്, നല്ല കൃത്യമായിട്ട് പാടും. ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം എന്നോടേറെ ഇഷ്ടമെന്നായി കൃഷ്ണ വേണു പാടി. ഇഷ്ടമെന്നോടേറെ എന്നായി മന്ത്രവേണു ഓക്കെ മോളെ, അത് സംഗതികളൊക്കെ ഒന്ന് പഠിച്ചോണം കേട്ടോ. മോടെ പാട്ടില് ഒരു ഇന്നസെൻസ് ഉണ്ട് കേട്ടോ. കാരണം ആ ശബ്ദത്തിൽ എന്തോ ഒരു സുഖമുണ്ട് ആ ശബ്ദം കേൾക്കാൻ. അത് നന്നായിട്ട് പാടി. എന്നിട്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട് ഹനെ. ആ പകർന്നാടും അതെങ്ങനെയാ പാടുന്നേ? ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും. അതിനൊരു ക്ലാരിറ്റി എന്താണ്? അങ്ങനെ കേൾക്കുന്നത് അതെന്താണ് പാടുന്നത്? അതിനൊരു ക്ലാരിറ്റി, അത് എനിക്ക് സ്ലോ ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ? അപ്പൊ അത് ആ ക്ലാരിറ്റി ഒരു അതിനകത്ത് പകർന്നാടെന്നുള്ള സ്ഥലത്ത് ഒരു ഹകാരം വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. അത് എനിക്ക് വയ്യാട്ടാണ് ഇവിടെ കൊണ്ട് അത് വരരുത് കേട്ടോ. അങ്ങനെയല്ല വരണ്ട, പകർന്നാടും, അത്രേ ഉള്ളൂ. എനിക്ക് അതുപോലെ ഈ ഭാവഗാനം പോലെ ഒന്ന് പാടിത്തരാമോ? അത് കുറച്ചും കൂടെ അത് മതി. അതിന്റെ ക്ലാരിറ്റി വേണം. പിന്നെ സ്വരം പാടിയൊക്കെ രസമായിരുന്നു കേട്ടോ. പിന്നെ ഈ അണ്ണൻ ഇപ്പൊ പാടിച്ചില്ലേ ലാസ്റ്റ് പല്ലവി ആയിരുന്നു കുറച്ച് ഡാമേജിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഈ ഇഷ്ടം എന്നോട് അതിനൊക്കെ ഒരു ക്ലാരിറ്റി. അപ്പൊ അത് ശരിയായിക്കൊള്ളൂ, അത്രേ ഉള്ളൂ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.